ഇടയ്ക്കിടെ വയറുവേദനയുമായിട്ട് വരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. 2, 3, 4 പ്രാവശ്യമൊക്കെ വരുമ്പം നമ്മൾ മെഡിസിനൊക്കെ കൊടുത്തു വിടും. പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ പറയും, എന്നാൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കാമെന്ന് പറയും. ഈ അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് വരുമ്പം അതിലൊരു റിസൾട്ട് കാണും. മിസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറയും. രക്ഷിതാക്കളിത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്ക് മിസെൻട്രിക് അഡിനൈറ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബേജാറായി വരും. നമ്മൾ പറയും അത് വിഷയമാക്കേണ്ട, അത് ഒരു ചെറിയ കയലവീക്കമാണ് എന്ന് പറയും. എങ്ങനെയൊക്കെയാണ് മിസെൻട്രിക് അഡിനൈറ്റിസ് വരുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത് ഒരുപാടുണ്ട്. അത്ര അപകടകരമല്ലെങ്കിലും ചില അപകടകരമായ കാരണം കൊണ്ട് വരാവുന്നതായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ആവശ്യമാണെന്ന് തോന്നുന്നു. മിസെൻട്രിക് ലിംഫഡിനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ഉള്ളിലെ ലിംഫ് നോഡുകളുടെ വീക്കത്തെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ എന്താണ് ഈ ലിംഫ് നോഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ